എത്ര തെരഞ്ഞെടുപ്പുകൾ തോറ്റുപോയാലും മതനിരപേക്ഷത എന്ന ആശയത്തോട് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്ന് പ്രസംഗിച്ച് കയ്യടി മേടിക്കുകയും വിജയിക്കുകയും ചെയ്ത ആളാണ് വി ഡി സതീശൻ. അതിൻ്റെ പേരിൽ കൂടിയാണല്ലോ വി ഡി സതീശന് വേണ്ടി ആളുകൾ തെരുവിലിറങ്ങിയത്. പക്ഷേ ആ വി ഡി സതീശൻ ഇപ്പോൾ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അദ്ദേഹത്തിൻ്റെ സർക്കാരിന് മുമ്പിൽ ആദ്യമായിട്ട് വരുമ്പോൾ അതിൽ മൗനം അവലംബിക്കുകയാണ്. ഇത് ഈ യൂണിവേഴ്സിറ്റി നിയമനത്തിൽ മാത്രമല്ല, കേന്ദ്രത്തോടുള്ള ഈ സർക്കാരിൻ്റെ സമീപനം എന്താണ്? അതായത് UDFൻ്റെ മാനിഫെസ്റ്റോ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വളരെ വളരെ കുറവാണ്. കോൺഗ്രസിൻ്റെ നിലപാടാണ് സഹകരണ ഫെഡറലിസം എന്നുള്ളത്, അതിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ പുതിയ കാലത്ത് കേന്ദ്രം സംസ്ഥാനങ്ങളെ ഞെക്കിക്കൊല്ലുവാണ്. അതേക്കുറിച്ച് ഒരു വരി മിണ്ടിയിട്ടില്ല UDF മാനിഫെസ്റ്റോ. നയപ്രഖ്യാപന പ്രസംഗം കൊടുക്കുക. സാധാരണ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ഒരു പരാമർശം അതേക്കുറിച്ച് വേണം. ഒരു പരാമർശവും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചില്ല. ഇനി ഉന്നത വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് UDF പ്രകടന പത്രികയിൽ. അതിലെവിടെയും ഈ പുതിയ കാലത്ത് ഗവർണർ ഉപയോഗിച്ച് സർവകലാശാലകൾ പിടിക്കുന്ന പണിയെക്കുറിച്ചൊന്നും പറയുന്നേ ഇല്ല. അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണമായിരുന്നു UDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഇതെന്തായിരുന്നു? ഒരു വശത്തെ SFI ഉൾപ്പെടെയുള്ളവർ ഗവർണർക്കെതിരെ സമരം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഗവർണറുമായി ഒത്തുകളിക്കുന്നു എന്നുള്ളതായിരുന്നു UDFൻ്റെ ആക്ഷേപം. ഇവിടെ ഒത്തുകളി പോലുമല്ല, പരസ്യമായ സഹകരണമാണ്. നമ്മൾ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത് ഗവർണറുമായിട്ടുള്ള സർക്കാരിന്റെ പരസ്യമായ സഹകരണമാണ് നമ്മൾ. അത് മാത്രമല്ല, അവിടെ പക്ഷെ ഒരു ബില്ല് പാസ്സാക്കിയിട്ട് ഗവർണറുടെ അംഗീകാരത്തിന് അയച്ച സാധനമുള്ള VC നിയമനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് പിന്നെ രാഷ്ട്രപതിക്ക് അയച്ചിട്ട് അത് ഫ്രീസറിൽ വെച്ച അവസ്ഥയുണ്ട്. നിയമപരമായി ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതിനോട് നിലപാട് വേണ്ടേ? കഴിഞ്ഞ സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള സർവകലാശാല ഭേദഗതി നിയമത്തെക്കുറിച്ച് ഈ സർക്കാരിന് നിലപാട് വേണ്ടേ? ഒന്നുകിൽ പറയണം ഞങ്ങൾ ആ നിയമത്തിനെതിരാണ്, അല്ലെങ്കിൽ പറയണം ഞങ്ങൾ ആ നിയമം എന്ത് ചെയ്യും, മുന്നോട്ട് കൊണ്ടുപോകും, അത് വീണ്ടും നിയമനിർമ്മാണം നടത്തും. ഇതൊന്നും പറയുന്നില്ല. അത് ദുരൂഹമായ മൗനം കേന്ദ്രത്തോട് സ്വീകരിക്കുകയാണ് BD സതീശൻ സർക്കാർ എന്ന് വ്യക്തമാവുകയാണ് ഇപ്പോൾ MG സർവകലാശാലയുടെ ഉദാഹരണം.